ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹക്കീം അബ്ദുല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ മക്ക KMCC സാറൽ ഹജ്ജ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഹാജിമാർക്കുള്ളൊരു ഹജ്ജ് പഠന ക്ലാസ് ഉസ്താദ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ നാളെ ഹാജിമാർ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. അതിന് മുമ്പ് ഇന്ന് ICCയിൽ നിന്നും ഹാജിമാരെ ബസ്സിൽ ാണ് സാറൽ ഹജ്ജിലെത്തിച്ച് അവർക്ക് ക്ലാസ് ഏറെ പ്രയോജനപ്പെട്ടു. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാജിമാർക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ്, അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ഹക്കീം അബ്ദുല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. على يوم التروية وهو بعد غدا يوم الجمعة إن شاء الله. تذهبون جميعا إلى منى، تبدأ مناسك الحج يوم التروية يوم 8 من ذي الحجة. يوم الجمعة إن شاء الله في الضحى في الصباح تذهبون إلى بإذن المركز الثقافة المسلمي كيرلا ليعتني هذا الاجتماع الخاص بتعليم وتدريب أعمال الحج والعمرة وتوعيتهم وتأهيلهم لأداء مناسك الحج والعمرة، وكذلك على استضافتهم آلاف ألوف من الجالية الهندية لإقامتهم هنا وطلب مكاسبهم وتحسين مستوى معيشتهم منذ عشرات السنين بدون أي عوائق قانونية تحت قيادة المملكة الرشيدة. We have to thank this honorable person, Fadilatul Sheikh Rashid Al-Harbi, for giving us the opportunity to gather here and learn about the deeds of the Hajj. This is a golden opportunity for the pilgrims, especially on this occasion where it is the time to go to Mina. The permission for this class is recognition of KMCC Kerala Muslim Cultural Center. It is serving the Hajjis. May Allah bless the Sheikh Rashid Al-Harbi who helped for this. Taqabbalallahu khidmatahu وجزاه خير الجزاء. وخاصة أذكر الشيخ راشد الذي ساعد في إيصال الحجاج في هذه القاعة بسيارته الخاصة. لا يمكننا أن نشكره بما فيه الكفاية. فأوصيكم أن ندعو جميعا في عرفات للشيخ ولحكام هذه المملكة الشريفة. إن الخدمة التي قدمها صاحب السمو وخادم الحرمين الشريفين وأعوانه في تقديم جميع التسهيلات للحجاج من جميع أنحاء العالم لأداء فريضة الحج لا تقدر بثمن. يجب أن نكون شاكرين لهذا البلد الذي يوفر فرص العمل ويحمي الملايين من بلادنا، ونحن من يجب أن نطيع القوانين وندعو للحجاج والحكام هذا البلد. اللهم احفظ خادم الحرمين الشريفين بحفظك وبعنايتك ورعايتك يا خير الحافظين ويا أرحم الراحمين. اللهم ألبسه لباس الصحة والعافية وأجزيا للإسلام والمسلمين خير الجزاء. اللهم وفقه ولي عهده الأمين لما فيه خير وصلاح للعباد والبلاد. اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا. اللهم أصلح أحوال المسلمين في كل مكان واجمعهم على الحق يا رب العالمين. اللهم اجعل حجنا حجا مبرورا وسعينا سعيا مشكورا وذنبنا ذنبا مغفورا. പ്രിയപ്പെട്ട ഹാജിമാരെ, ഇവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കാൻ അവർ നമുക്ക് അവസരം തന്നിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും നാളെ ഇൻഷാ അല്ലാഹ് മിനയിലേക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ 2-3 തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ഒന്ന്, നിങ്ങൾ മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ. ബഹുമാനോട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ വൈകി വന്ന ആളുകൾ, ഹജ്ജിന് ഇഹ്റാം ചെയ്തു വന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ വന്ന് തമത്തുവിന്റെ രീതി സ്വീകരിച്ച് ഉംറ ചെയ്ത് അതിൽ നിന്ന് വിരമിച്ച് ഇവിടെ വെച്ച് ഇനി നാളെ രാത്രി ഇഹ്റാം ചെയ്ത് പോകുന്ന ആളുകളും ഉണ്ടാകും. ഏതെങ്കിലും മീക്കാത്തിൽ പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്ന ആളുകളും ഉണ്ടാകും. മീക്കാത്തിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്ന ആളുകൾക്ക് ഖുദൂമിന്റെ തവാഫ് സുന്നത്താണ്, നിർബന്ധമല്ല, സുന്നത്താണ്. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഖുദൂമിന്റെ തവാഫ് ചെയ്തതിന്റെ ശേഷം ഉടനെ തന്നെ നിങ്ങൾ ഒരു സഅയ് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അറഫയിൽ നിന്ന് വന്നതിന്റെ ശേഷം ഈ ഇഫാദത്തിന്റെ തവാഫ് അഥവാ ഹജ്ജിന്റെ തവാഫ് മാത്രം ചെയ്താൽ മതി. അറഫയിൽ നിന്ന ശേഷം വന്നിട്ട് ചെയ്യുന്ന തവാഫിനാണ് ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്നത്. നമ്മൾ ഹറമിലേക്ക്
ഏതെങ്കിലും ഒരു മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു വരുമ്പോൾ ചെയ്യുന്ന തവാഫിനാണ് ഖുദൂമിന്റെ തവാഫ് എന്ന് പറയുന്നത്. ഖുദൂമിന്റെ തവാഫ് സുന്നത്താണ്. അതിന്റെ കൂടെ സഅയ് ചെയ്യാം, ചെയ്യാതിരിക്കാം. സഅയ് ചെയ്താൽ പിന്നെ അറഫയിൽ നിന്ന് വന്ന് നിർബന്ധമായ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുമ്പോൾ സഅയ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സഅയ് ചെയ്യാത്ത ആളുകൾക്ക് തീർച്ചയായും അറഫയിൽ നിന്ന് വന്ന ശേഷം തവാഫ് അഥവാ ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത ശേഷം സഅയും കൂടി ചെയ്യേണ്ടി വരും. ഹജ്ജിന്റെ നിർബന്ധങ്ങളിൽപ്പെട്ട, നേരത്തെ ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചു, നിർബന്ധങ്ങളിൽപ്പെട്ട ഒന്നാണത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, ഇവിടെ നിന്ന് നിങ്ങൾ റൂമിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്യാത്ത ആളുകൾ, ഇഹ്റാം ചെയ്തവർ ഇനി ഇഹ്റാം ചെയ്യേണ്ടതില്ല. നിങ്ങൾ തന്നീമിൽ പോയി ഇഹ്റാം ചെയ്തുകൊണ്ട് കാര്യമില്ല, കാരണം ഹജ്ജിന്റെ മീക്കാത്ത് അല്ല അത്. നിങ്ങൾ റൂമിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. നിങ്ങളും ഈ മക്കയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളും ഇഹ്റാം ചെയ്യേണ്ടത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളെ മിനയിലേക്ക് പോകാം. ഷെയ്ഖ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, സുന്നത്തായ കാര്യം ദുൽഹജ്ജ് മാസം 8-ന് അഥവാ മറ്റന്നാൾ രാവിലെ ളുഹ സമയത്ത് അവിടെ എത്തുകയും ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ 9-ന്റെ സുബഹി എന്നിവ അവിടെ നിസ്കരിക്കുകയും ചെയ്യലാണ് സുന്നത്ത്. ഇപ്പോഴത്തെ തിരക്ക് കാരണം നിങ്ങളെ എല്ലാവരെയും നാളെ രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് മിനയിലേക്ക് കൊണ്ടുപോകും. മിനയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇഹ്റാം ചെയ്തുകൊണ്ട് തൽബിയത്ത് ചൊല്ലി അത്യാവശ്യ സാമഗ്രികൾ എടുത്തുകൊണ്ട് പോകണം. എന്താണ് എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം, പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ പോയി മിനയിൽ നിന്ന് അന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറഫയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അറഫയിൽ ചെന്ന് അറഫയുടെ സമയം മുഴുവൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അറഫയിൽ പ്രാർത്ഥനയാണ് പ്രധാനം. അറഫ കിട്ടാതിരുന്നാൽ ഹജ്ജില്ല. ഇഫാദത്തിന്റെ തവാഫ് പോലെ തന്നെ അറഫ വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രമം ഞാൻ ശരിക്കും വിശദീകരിച്ചു തരാം. നാളെ ഇഹ്റാം ചെയ്തവർ നേരെ, ഇഹ്റാം ചെയ്യാത്തവർ ഇഹ്റാം റൂമിൽ നിന്ന് ചെയ്ത് മിനയിലേക്ക് പോകുന്നു. മിനയിലെത്തുന്നു, അവിടെ നിൽക്കുന്നു, അവിടെ നമ്മൾ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു. മുത്തവീഫ് പറയുന്ന ഒരു സമയത്ത് നമ്മൾ അറഫയിലേക്ക് നീങ്ങുന്നു. അറഫയുടെ സമയം ദുൽഹജ്ജ് മാസം 9-ന്റെ അന്ന് ളുഹ്ർ ബാങ്ക് വിളിച്ചാൽ ആരംഭിക്കും. ളുഹ്റിന്റെ മുമ്പ് അറഫയുടെ സമയമല്ല. ളുഹ്ർ ആയി കഴിഞ്ഞാൽ അറഫയുടെ സമയമായി. അങ്ങനെ അറഫയുടെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം വരെ നിൽക്കൽ അഥവാ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നവരെ നിൽക്കൽ പ്രധാനമാണ്. അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് രാവും പകലും ഒരുമിച്ച് കൂട്ടിയ പ്രതിഫലം കിട്ടും. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ മുസ്ദലിഫയിലേക്ക് വരുന്നു. മുസ്ദലിഫയിൽ വന്ന് ഇൻഷാ അല്ലാഹ് മുസ്ദലിഫയിൽ നിന്ന് 7 കല്ലെങ്കിലും പെറുക്കണം. 70 കല്ല് മുഴുവൻ പെറുക്കലാണ് നല്ലത്. സാധിച്ചില്ലെങ്കിൽ 7 കല്ലെങ്കിലും പെറുക്കുക. അവിടെ നിന്ന് കല്ല് പെറുക്കിയതിനു ശേഷം നിങ്ങൾ സുബഹി വരെ അവിടെ നിന്ന് ദുആ ചെയ്ത് സുബഹി നിസ്കരിച്ചാണ് പോരേണ്ടത്. എങ്കിലും നല്ല തിരക്കുള്ളതിനാൽ നിങ്ങൾ രാത്രി ഒരു 3 മണിക്കോ 3:30 മണിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് വളണ്ടിയർമാരോ അതല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് മിനയിലേക്ക് നീങ്ങാം. അങ്ങനെ നിങ്ങൾ മിനയിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അതുപോലെ ബലഹീനരായ ആളുകൾക്കും വേണമെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ കല്ലെറിയാം. അന്ന് അഥവാ പെരുന്നാളിന്റെ അന്ന് 7 കല്ലുകളാണ് എറിയേണ്ടത്. ജംറത്തുൽ അഖബ ഏതാണെന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയുക. കല്ലെറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായി കല്ല് ആ തടത്തിൽ വീഴണം. ജംറയുടെ ആ തടത്തിൽ കല്ല് വീഴണം. അതേ സമയത്ത് ആ കല്ല് അവിടുത്തെ ആ വിശാലമായ തൂണിൽ തട്ടി പുറത്തേക്ക് തെറിച്ചു പോകാൻ പാടില്ല. തൂണിൽ തട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ട് കല്ല് എറിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് 7 കല്ലുകൾ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പടിയായി ചെയ്യേണ്ടത് തല മുണ്ഡനം ചെയ്യലാണ്. പുരുഷന്മാർ മുടി വടിക്കുക, സ്ത്രീകൾ മുടി വെട്ടുക അല്പം. അത് കഴിഞ്ഞാൽ നിങ്ങൾ 1-ാം തഹല്ലുലായി. പെരുന്നാളിൻ്റെ അന്ന് കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ 1-ാം തഹല്ലുലായി. 1-ാം തഹല്ലുലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധമല്ലാത്ത എല്ലാം ഹലാലാണ്. ഏത് വസ്ത്രവും ധരിക്കാം, സുഗന്ധം പൂശാം. പെരുന്നാളാണ്, പെരുന്നാൾ നിസ്കരിക്കാം. നിങ്ങൾക്ക് ഒറ്റക്ക് ജമാഅത്തായിട്ട് പെരുന്നാൾ നിസ്കരിക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഹാജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിനയിലെത്തുമ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും, വെള്ളിയാഴ്ച ജുമുഅ ഇല്ല എന്നതുപോലെ തന്നെ നമുക്ക് പെരുന്നാൾ നമസ്കാരവും ജമാഅത്തായിട്ട് പോയി ഖുതുബ കേട്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധിക്കുന്ന ആളുകളൊക്കെ, നേരത്തെ ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചു, കഴിവുള്ള ആളുകൾ നേരെ ഹറമിലേക്ക് വരിക. ഹറമിലേക്ക് വന്ന് തവാഫും സഅയും ചെയ്യുക. ആ തവാഫാണ് ഇഫാദത്തിന്റെ തവാഫ്. ആ തവാഫ് ചെയ്യുക. നേരത്തെ ഖുദൂമിന്റെ തവാഫിന്റെ കൂടെ സഅയ് ചെയ്യാത്ത ആളുകൾ സഅയും കൂടി ചെയ്യുക. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ വിരാമമായി, നിങ്ങൾക്കെല്ലാം അനുവദനീയമായി. ഇനി നിങ്ങൾക്ക് ഹജ്ജിന്റെ കാര്യത്തിൽ വാജിബാത്തായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് മിനയിൽ രാപ്പാർക്കുക, 2 കല്ലെറിയുക. അങ്ങനെ നിങ്ങൾ 10-ന്റെ അന്ന് കല്ലെറിഞ്ഞു കഴിഞ്ഞു. അന്ന് രാത്രി അവിടെ എത്തി. തവാഫും സഅയും കഴിഞ്ഞാൽ വേഗത്തിൽ മിനയിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിനയിൽ വന്നിട്ടാണ് ളുഹ്റും അസ്റും ഒക്കെ പിന്നീട് നിസ്കരിച്ചത്.
അങ്ങനെ മിനയിൽ വന്ന് അന്ന് രാത്രി അവിടെ രാപ്പാർത്ത് പിറ്റേ ദിവസം ളുഹർ ബാങ്ക് വിളിച്ചതിന് ശേഷം 3 ജംറകളിലും പോയി ഇന്നലെ എറിഞ്ഞ പോലെ 7 വീതം കല്ലുകൾ എറിയുക. ഒന്നാമത്തെ ജംറയിൽ നിന്നാണ് തുടങ്ങുക. ഇന്നലെ എറിഞ്ഞ ജംറയിൽ അവസാനമാണ് എറിയുക. അങ്ങനെ 7, 7, 7, 14. ഒന്നാമത്തെ ജംറയിൽ എറിഞ്ഞ് ദുആ ചെയ്യണം കിബിലക്ക് തിരിഞ്ഞ്. രണ്ടാമത്തെ ജംറയിൽ എറിഞ്ഞ് ദുആ ചെയ്യണം കിബിലക്ക് തിരിഞ്ഞ്. മൂന്നാമത്തെ ജംറയിൽ നിങ്ങൾ എറിഞ്ഞിട്ട് ദുആ ചെയ്യേണ്ടതില്ല. വലാ യഖഫു ഇൻദ ജംറത്തിൽ അഖബത്തിൽ ദുആഇ. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ നിന്നും അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സൗകര്യമായി അന്ന് അവിടെ രാപ്പാർക്ക് അതിന് യൗമുൽ ഖർ എന്നാണ് പറയുക. യൗമുൽ ഖർ അന്ന് അവിടെ നിൽക്കുക. അന്ന് നിങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം നേരം വെളുത്ത് ഇതുപോലെ ദുഹറായതിനു ശേഷം ഇതുപോലെ 7 ഏറുകൾ 3 സ്ഥലത്തും എറിയുക. അന്ന് വേണമെങ്കിൽ എറിഞ്ഞ് മഗ്‌രിബ് മുൻപ് പോരാൻ മതിയാക്കി 12-ന്. അതിന് നഫർ അവൽ എന്ന് പറയും. അതല്ലെങ്കിൽ 13-ന് കൂടി നിൽക്കുക. നബി തങ്ങൾ അങ്ങനെ നിന്നിട്ടുണ്ട്. 13-ന് കൂടി നിന്ന് അന്നും ളുഹറിന്റെ ശേഷം ളുഹർ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ 7 കല്ല് വീതം എറിയുക. അങ്ങനെ മിനയിൽ നിന്ന് പോരുക. മിനയിൽ നിന്ന് പോന്ന് ആരെങ്കിലും പെരുന്നാളിന്റെ ദിവസം തവാഫും സഅയും ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ വന്ന് ആ തവാഫും ചെയ്യണം. സഅയ് ചെയ്യാത്തവർ സഅയും ചെയ്യണം. നേരത്തെ പെരുന്നാളിന് വന്ന് ചെയ്യുന്ന ആളുകൾ പിന്നെ ചെയ്യേണ്ടതില്ല. ഇനി പിന്നെ നമുക്ക് ഹജ്ജിന്റെ അമലുകളിൽ ഒന്നും ബാക്കിയില്ല. നമുക്ക് അവസാനമായി നാട്ടിലേക്ക് പോകുമ്പോഴോ മദീനയിലേക്ക് പോകുമ്പോഴോ മക്ക വിട്ടു പോകുമ്പോൾ വദാഇന്റെ തവാഫ്. ഈ വദാഇന്റെ തവാഫ് മക്ക വിട്ടു പോകുമ്പോഴാണ് ചെയ്യേണ്ടത്. 2 മർഹല 132 കിലോമീറ്റർ ദൂരേക്ക് പോകുമ്പോൾ നിർബന്ധമാണ് എന്നാണ് അഭിപ്രായം. എന്നാൽ രോഗികളോ പ്രയാസമുള്ളവരാണെങ്കിൽ സുന്നത്താണെന്ന കൗല് പിടിച്ച് ഒഴിവാക്കുകയും ചെയ്യാം. ആ തവാഫ് നമ്മൾ മദീനയിലേക്ക് പോകുമ്പോഴാണെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിലും ചെയ്യണം. ആ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ എല്ലാ അമലുകളും പൂർത്തിയായി. സ്ത്രീകൾക്ക് ആ സമയത്ത് അശുദ്ധിയാണെങ്കിൽ അവർ വദാഇന്റെ തവാഫ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഇഫാദത്തിന്റെ തവാഫ് അവർ ചെയ്തേ പറ്റൂ. അതിന് അവസാനമില്ല. ഏത് കാലത്ത് വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ എത്ര നീട്ടിക്കൊണ്ടുപോയാലും പ്രശ്നമില്ല. ആ സമയത്ത് നിങ്ങൾ പീരീഡ്സിന്റെ ഗുളികയോ മറ്റോ കഴിച്ചൊന്ന് നിയന്ത്രിച്ചാൽ മതി. തവാഫ് വദാഇന്റെ നിർബന്ധമില്ല നിങ്ങൾക്ക് ആർത്തവമാണെങ്കിൽ. അതേ സമയത്ത് ഇഫാദത്തിന്റെ തവാഫ് നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജിന്റെ ഒരു ചുരുക്കം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങൾക്കെല്ലാം ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ നിയമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നിബന്ധനകളും ഒക്കെ പാലിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റി. ഇത്രയെങ്കിലും കൂടെ ഒരുമിച്ച് കൂടാൻ ഇവർ അവസരം നൽകി. ആ അവസരം നൽകിയത് നമുക്ക് പൂർണ്ണമായി വിനിയോഗിക്കാമായിരുന്നു. പക്ഷേ സ്വാഭാവികമായും അതിനെതിരെ ആരെങ്കിലും എതിർപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഷെയ്ഖ് നമുക്കിതൊരു അവസരം തന്നു. അദ്ദേഹത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ മറ്റോ ചോദിച്ചാൽ അതിന് മറുപടി തരാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഒന്ന് ഫിദിയെ കുറിച്ചായിരിക്കും, മറ്റൊന്ന് അതുപോലെ തന്നെ മിനയിൽ ജമ്മു കസ്റാക്കണം എന്നതിനെ കുറിച്ചായിരിക്കും. അതിപ്പോ ഇവിടെ വെച്ച് വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കിയത്. ഇത്രയെങ്കിലും അവസരം തന്നതിന് നമ്മൾ അവരോട് നന്ദി പറയണം. ഇത് സംഘടിപ്പിച്ച KMCCക്ക് അള്ളാഹു എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി വീൽചെയറിൽ നിങ്ങളെ ഉന്തുവാനും തവാഫ് ചെയ്യിക്കാനും ഭക്ഷണം തരാനും ഒക്കെ KMCCയുടെ പാവം പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് കണ്ടില്ലേ. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഷെയ്ഖിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. തഖബ്ബലല്ലാഹു ഖിദ്മതക യാ ഷെയ്ഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഖിദ്മത്ത് സ്വീകരിക്കട്ടെ. വ യജ്മഅലല്ലാഹു ഫിൽ ജന്ന ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയും അവർ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായി. പിന്നീട് നിങ്ങൾ അറിയിക്കാം. برامج ديوانية أثاوة ونشره في الختام بحضور الأستاذ عبد المجيد، وهو أحد أعضاء مركز حي وادي جليل من مؤسسي هذه الديوانية. ونشكر جمعية زمزم، ونشكر جمعية كفا، مندوبية المعابدة، كل الذين شاركونا. ونحن سعداء كثيرا بأن يكون في الختام خير الله في هذا الختام. الآن توزيع الهدايا وهم جالسين. مترجم هنا توزيع الهدايا وهم جالسين. الشيخ عبد المهيمن، الشيخ عبد المجيد، عبد الصمد الحشاجور. الله يحييكم. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഈ സംവിധാനം ഒരുക്കിയ ഷെയ്ഖിനോടുള്ള കടപ്പാടും നന്ദിയും കേരള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഈ സൗദി അറേബ്യ ആയതുകൊണ്ട് തന്നെ നിയമപരിധികളും നമുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഈ രൂപത്തിൽ വളരെ നല്ല രൂപത്തിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കുകയും ഈ വന്ന ആളുകൾക്ക് വേണ്ടി മുഴുവൻ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഹദിയകളും മറ്റുമൊക്കെ നമുക്ക് ഒരുക്കുന്ന ഈ നാടിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നതോടൊപ്പം ഈ ഭരണകൂടത്തോടും അതുപോലെ തന്നെ ഈ സംവിധാനം ഒരുക്കിയവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മീനയിലും അറഫയിലും മുസ്ദലിഫയിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾക്കൊക്കെ നിങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. പ്രിയമുള്ള ആചാര്യമാരെ, നമ്മുടെ പരിപാടി ഇവിടെ പറഞ്ഞ പോലെ തന്നെ
അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ തിരക്കുണ്ട്, നമുക്കറിയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ വലിയ ബേജാറിലാണ് നിൽക്കുന്നത്. നമുക്ക് മിനയിലേക്ക് പോകാനുള്ള കാർഡ് കിട്ടൂലേ, വള കിട്ടൂലേ എന്നൊക്കെയുള്ള ബേജാറിലാണ് എല്ലാവരും ഉള്ളത്. നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. വളരെ ചെറിയ വാക്കിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉസ്താദ് നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അവസരമൊരുക്കിയ ഈ ജമിയക്കും അതുപോലെ തന്നെ ഇതിൻ്റെ തലവനായിട്ടുള്ള ഷെയ്ഖ് റഷീദ് ഹർബിക്കും പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ സഹകാരികൾക്കൊക്കെ ഉള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുക. നമ്മൾ 24 മണിക്കൂറും നിങ്ങൾക്ക് സേവനത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ പോക്കറ്റിൽ കീസിലിട്ടിട്ട് നിങ്ങൾ റൂമിലെത്തിയിട്ട് സാവധാനം സ്വസ്ഥമായിട്ട് കഴിക്കുക. ഇപ്പോൾ ബസ് വരും, ആ ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ റാഹത്തായിട്ട് പോയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ അറഫയിലും മീനയിലൊക്കെ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അതിനുള്ള സാഹചര്യം കണ്ടാൽ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന ഖിദ്മത്തുകളും നിങ്ങൾ ചെയ്യുന്ന ഹജ്ജും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. حج مبرور ان شاء الله. كيرلا حج مبرور ان شاء الله. وسعوا التمر يا شباب، وسعوا المويه العصير، اعطوهم عصير يا شباب. عند الباب عصير ماء يا شباب، وزعوا عليهم. يا مصعب شوف فيه مظلات. ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതൽ വേണ്ടവർ ചോദിച്ചോളി. ഇവിടെ ഉണ്ട്, സാധനം ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് ഷെയ്ഖ് പറയണത്. ആവശ്യക്കാർ വേണമെങ്കിൽ 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം തരാമെന്നാണ് ഷെയ്ഖ് പറയണത് കേട്ടോ. നമ്മുടെ വളണ്ടിയേഴ്സ് കുറച്ചാളുകൾ ഈ തമറൊന്നും എടുത്ത് മനസ്സിലാക്കിക്കണം. തമറെടുത്തൊന്ന് ഹാജിമാർക്ക് കൊടുക്കും. കുറച്ചാളുകൾ ഹാജിമാരും കൊണ്ട് തിരക്കൊണ്ടുണ്ട് കേട്ടോ. ഹാജിമാരോട് ഇരുന്നോളി, വേണ്ടവർ ചോദിച്ചാൽ മതി. ഹാജിമാർ പോയിരുന്നോളി. അങ്ങോട്ട്